ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം, ട്രിപ്ലറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേറ്റ് എത്തിയിരിക്കുകയാണ്, അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഡേ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്യാനായിട്ട് കുളിച്ച് ഇറങ്ങിക്കഴിഞ്ഞതേ നോക്കിയാൽ ഇതാണ് എൻ്റെ ഇന്നത്തെ വേഷം, ലെപ്പേർഡ് പ്രിൻറ്റ്. അപ്പോൾ ഇന്നത്തെ തീമെന്ന് പറഞ്ഞാൽ ജംഗിൾ തീമാണ്. ഞങ്ങളെല്ലാവരും ബേബീസ് ഉൾപ്പെടെ എല്ലാവരും ഒരു ജംഗിൾ തീമിലാണ്. പല പല ആനിമൽസിൻ്റെയൊക്കെ പ്രിൻ്റൊക്കെ ഉള്ള അങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ആയിരിക്കും കൂടുതലും. ബേക്കിങ്ങിൻ്റെ പല സ്റ്റേജസ് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ട് ഫൈനൽ ടച്ചൊക്കെ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇത് കുറച്ച് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അതായത് ബർത്ത്ഡേയുടെ തലേ ദിവസം ഞാൻ വളരെ വളരെ ബിസിയാണ് അടുക്കളയിൽ. ദാറ്റ് ഈസ് ഒരു 3 ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ബർത്ത്ഡേയുടെ അന്ന് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ കിച്ചണിൽ കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ കേക്ക് ബേക്കിംഗ് ആണ് ഇന്നത്തെ എൻ്റെ മെയിൻ കാര്യം, അജണ്ട. നാളെ ബേബീസിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കുറേ ഇന്നലെ കംപ്ലീറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് കംപ്ലീറ്റ് ഡെക്കറേഷൻ ഡേ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഐസിങ്, ഫ്രോസ്റ്റിങ്, അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യും. ഇന്ന് രാത്രിയോടുകൂടി അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ഫൈനൽ അതിൽ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാളെ, ഇത് ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉച്ച കഴിഞ്ഞിട്ട്. അതിന് മുന്നേ രാവിലെ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, ചോദിക്കുന്നുണ്ടായിരുന്നു ബേബീസൊക്കെ നഴ്സറിയിൽ പോകാറായോ എന്നൊക്കെ. അവർ നഴ്സറി എന്ന് പറയുമ്പോൾ ഡേ കെയർ നഴ്സറിയാണ്. ആഴ്ചയിൽ 3 ദിവസമാണ് വിടുന്നത്. രാവിലെ ഒരു 7:30-8 മണിക്ക് മുന്നേ വിടും. വൈകുന്നേരം ഒരു 4:30 ആകുമ്പോൾ വിളിച്ചിട്ട് ഒരു 5 മണിയൊക്കെ അടുപ്പിച്ച്. അപ്പോൾ അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, വൈകുന്നേരത്തെ ടീ എല്ലാം അവിടെ നിന്ന് തന്നെയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ട്രെയിനിങ് ആണ്. 1 വയസ്സാകുമ്പോൾ ആണ് കുട്ടികളെ ഇങ്ങനെ വിട്ടു തുടങ്ങുന്നത്. ഇവിടെ എല്ലാം അങ്ങനെയാണ്. കാര്യം പാരൻസൊക്കെ വർക്കിംഗ് ആയിരിക്കുമല്ലോ. പിന്നെ കുട്ടികളിങ്ങനെ പഠിക്കണം എന്നാണ് പറയുന്നത്. അവരുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്തും അങ്ങനെ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആകും. അപ്പോൾ ഇവിടുത്തെ രീതിയിലല്ലേ അവരെ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആയുഷ് ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്കത് ഭയങ്കര വിഷമം തോന്നുന്നു, നമ്മൾ കുഞ്ഞ് ഇത്ര ചെറുതിലേ പോകുമ്പോൾ. പക്ഷേ അവർക്ക് പെട്ടെന്ന് യൂസ് ടു ആവുന്നവന് 1 മാസം എടുക്കുള്ളൂ. അവരതുമായിട്ട് നല്ലതായിട്ട് അഡ്ജസ്റ്റായി വരും എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇന്നും പോയ ദിവസമാണ്. വൈകുന്നേരം ആകുമ്പോൾ വരും. അപ്പോൾ വരുന്ന കാണുമ്പോഴും പോകുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും എനിക്ക്. അതെല്ലാം അങ്ങനെയാണ്, എല്ലാ അമ്മൂമ്മമാർക്കും ഒക്കെ തോന്നുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടും കൂടിയാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നാട്ടിലെ പോലെ അല്ലല്ലോ, വ്യത്യാസമില്ല. ഇവിടെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരുന്നവരെ ആരെങ്കിലും വേണമല്ലോ ബേബീസിൻ്റെ കാര്യം. അപ്പോൾ പകൽ 2 പേരും വർക്കിംഗ് ആണ്. പിന്നെ ആരൊക്കെ ഉണ്ടെങ്കിലും ഒരാഴ്ചയിൽ 2-3 ദിവസം നഴ്സറി പോകണം എന്നാണ് പറയുന്നത്. അതാണ് ഒരു തിയറിയാണത്. ഇവിടെയുള്ള എല്ലാവരുടെയും രീതി അങ്ങനെയാണ്. കുട്ടികളെ ഒരു 1 ഇയർ ആകുമ്പോൾ വിടും. അപ്പോൾ ഇവർക്കിപ്പോൾ 1 ഇയർ ഒഫീഷ്യലി ആയി കഴിഞ്ഞു, ഇന്നലെ ആയിരുന്നു. പിന്നെ ഇത് അൺഒഫീഷ്യലായിട്ടുള്ള, അതായത് സെലിബ്രേറ്റ് ചെയ്യുക, അതായത് ജനിച്ച ദിവസം കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും കൺവീനിയൻസ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ അവരുടെ ജനിച്ച ദിവസത്തെ ചെറിയൊരു സെലിബ്രേഷൻ വീട്ടിനകത്ത് നമ്മൾ മാത്രമായിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അശ്വിനും എന്നെ പോലെ തന്നെ ബിസിയാണ്. കംപ്ലീറ്റ് ജംഗിൾ തീമാണ് നമ്മളുടെ ഈ ഒരു ബർത്ത്ഡേ തീം. അപ്പോൾ ഈ ജംഗിൾ തീമിൻ്റെ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് അശ്വിൻ. അപ്പോൾ ഞങ്ങൾ 2 ആളും തലേദിവസം മുഴുവൻ ഇങ്ങനെ ജോലിയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് കേട്ടോ ചെയ്തത്. കംപ്ലീറ്റ് ബേക്കിംഗ് ആണ് കൂടുതലും നടക്കുന്നത്. എൻ്റെ വർക്ക് സ്പേസ് ഇതിങ്ങനെ കിടക്കുകയാണ് കുളമായിട്ട്. ഇതിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ്, ഡാർക്ക് ഗനാഷിനും മിൽക്ക് ചോക്ലേറ്റ് ഗനാഷിനും വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. പിന്നെ ഷുഗർ സിറപ്പ്, ഇത് ചോക്ലേറ്റ് കേക്കിൻ്റെ അടുത്ത സ്റ്റേജിലെത്തി കഴിഞ്ഞു. സ്ലൈസ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു. വിക്ടോറിയ സ്പഞ്ചിൻ്റെ അത് കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് കോട്ടിങ് എല്ലാം കഴിഞ്ഞത്, ജാം അതിൻ്റെ ബാക്കി. പിന്നെ ബട്ടർ ക്രീം ഐസിങ്ങും ഉണ്ട്, വിപ്ഡ് ക്രീമിൻ്റെ ഉണ്ട്. അങ്ങനെ കുറേ പരിപാടികൾ അതൊരു സൈഡിൽ നടക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ തൽക്കാലം അകത്തൊരു പ്ലാനിങ്ങിലാണ്. പ്ലേ റൂമിനകത്തും സെറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. പിന്നെ വെതർ ഓക്കെയാണ്, മഴയൊന്നുമില്ല, നല്ല കണ്ടീഷനാണെങ്കിൽ പുറത്തേക്ക് കേക്ക് കട്ടിങ് എല്ലാം കൊണ്ടുപോകും. അല്ലെങ്കിൽ ഈ റൂമായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് കേക്ക് കട്ടിങ്ങിന്. സോഫാസൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഡയറക്റ്റ് ഇത് സ്ലൈഡിങ് ഈ ഡോറൊക്കെ തുറക്കാൻ പറ്റും. നാളെ ഇതൊക്കെ തുറന്നിടും. അപ്പോൾ പുറത്തേക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ഗാർഡനിലേക്ക് പോകാം. ഇപ്പോൾ ഇന്നത്തെ വെതർ കണ്ടല്ലോ, ഇന്ന് ഒരു മഴക്കോള് പോലെ കിടക്കുന്നു, വലിയ വെയിലൊന്നുമില്ല. നാളെയും എങ്ങനെയാണെന്ന് അറിയില്ല. മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ സെലിബ്രേഷനും ഉള്ളിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഗാർഡനിലും അകത്തുമായിട്ട് ചെയ്യും. ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് പാർവതി 2 സാലഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊട്ടറ്റോ എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നു. ഒരു പൊട്ടറ്റോ സാലഡാണ് ഒരെണ്ണം. അതായത് എനിക്കൊന്ന് റഷ്യൻ സാലഡാണ് പ്ലാൻ എന്ന് തോന്നുന്നു. അപ്പോൾ സാലഡ് പാർവതി തന്നെയാണ്. ഞാൻ കേക്ക് സെക്ഷൻ അങ്ങനെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുക. പിന്നെ പിസ്സ പാർട്ടിയാണ്
അതുകൊണ്ട് പിസ്സ എല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞു പുറത്തുനിന്ന്. പിന്നെ കുറേ സ്നാക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അശ്വിനാണ് ഓർഗനൈസ് ചെയ്ത്. കറക്റ്റ് എനിക്കിപ്പോൾ അറിയില്ല, ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ആ ബർത്ത്ഡേയുടെ ദിവസം അറിയാൻ പറ്റുമല്ലോ എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് അത് ഞാൻ ഷെയർ ചെയ്യാം. ഇതിനകത്ത് എൻ്റെ അധ്വാനം രണ്ടും ഇരിക്കുന്നുണ്ടോ, 2 കേക്ക്സ്. താഴെ ഇരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് കേക്കിൻ്റെ 2 ലെയറുണ്ട് അകത്ത്. അതിനകത്ത് വൈറ്റ് ചോക്ലേറ്റ് മൂസ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറേ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കവറിങ് ഇപ്പോൾ ക്രം കോട്ടിങ് കൊടുത്തിരിക്കുന്നത് വിപ്ഡ് ക്രീമിലാണ്. ഇത് നമ്മുടെ വിക്ടോറിയ സ്പഞ്ച് കേക്ക്. ഇത് ബട്ടർ ക്രീമിലാണ് ഞാനൊരു ക്രം കോട്ടിങ് കൊടുത്തിരിക്കുന്നത്. ഇതും 2 ലെയേഴ്സാണ്. അകത്ത് സ്ട്രോബെറി പ്രിസർവും അത് വിത്ത് ഹോൾ സ്ട്രോബെറീസും ഒക്കെ ചേർന്ന് വരുന്നതാണ്. അതിൻ്റെ കൂടെ പിന്നെ എന്താ പറയുക, വിപ്ഡ് ക്രീമാണ് ശരിക്കും ക്രീമായിട്ട് അകത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ക്രീമാണ് സാധാരണ കൊടുക്കുന്നത്, പക്ഷേ ഇപ്രാവശ്യം ഇതിനകത്ത് വിപ്ഡ് ക്രീമാണ്. കോട്ടിംഗ് ആയിട്ട് ഫസ്റ്റ് ക്രം കോട്ടിങ് ബട്ടർ ക്രീമും ചെയ്തിട്ടുണ്ട്. ഫൈനൽ കോട്ടിങ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ വിപ്ഡ് ക്രീം തന്നെയായിരിക്കും ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത്. ബട്ടർ ക്രീം ഇസ് ടു സ്വീറ്റ്. ഇത് നോക്കിയേ, ജംഗിൾ തീം ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ ക്രീപ്പേഴ്സ് തൂങ്ങി കിടക്കുന്ന പോലെ ആക്കിയിട്ടുണ്ട് അശ്വിൻ. ഇനി അത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ജംഗിൾ തീമിലേക്ക് പോകും. ഞാൻ ഡ്രസ്സ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, അങ്ങനെ ഞാൻ ഫുൾ ഡ്രസ്ഡ് താഴേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ ഈ ബർത്ത്ഡേക്ക് ജംഗിൾ തീം വേണമെന്ന് തീരുമാനം എടുത്ത സമയം തൊട്ട് അശ്വിൻ ആക്ച്വലി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിങ്ങനെ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് 2-3 മാസമായിട്ട് അശ്വിൻ പുറത്ത് പോകുമ്പോൾ വാങ്ങി ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ. ആ കളർ സ്കീമും എല്ലാം, അതെല്ലാം വെച്ചിട്ടാണ് ഈ ഡെക്കറേഷൻ കംപ്ലീറ്റ് അശ്വിൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബർത്ത്ഡേ കേക്ക്സിൻ്റെ എല്ലാം ഫൈനൽ ലുക്ക് കാണുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടത്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞിരിക്കുവാണ്. കാര്യം എങ്ങനെ ആയിരിക്കണം ട്രിപ്ലെറ്റ്സിൻ്റെ ബർത്ത്ഡേ കേക്ക്സ് എന്നുള്ളത്. അതായത് എൻ്റെ ബേബീസിൻ്റെ കേക്കല്ലേ ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു സന്തോഷം, അതെങ്ങനെ ആയിരിക്കണം എന്നുള്ള പാർവതിയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് എങ്ങനെ വേണം എന്നുള്ളത്. അതുപോലെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അതുപോലെ ഞാൻ പാർവതിയോട് ചോദിച്ചു, മോളോട് ചോദിച്ചു, ഇതെങ്ങനെ കറക്റ്റ് മോൾ ആഗ്രഹിച്ച പോലെ തന്നെ ശരിയായി വന്നു എന്ന് ചോദിച്ചപ്പോൾ ഷി വാസ് സോ ഹാപ്പി. അമ്മ ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ അതേപോലെ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷം അങ്ങനെയാണ്. അത് അശ്വിനും ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ആയുഷിന് അതിനെക്കാട്ടി ഹാപ്പി. കുഞ്ഞുങ്ങൾക്ക് അറിയാറായിട്ടില്ലല്ലോ, എങ്കിലും അത് ഇങ്ങനെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു PVCൻ്റെ ആ ഒരു ജേണി, day 1 to 1 വയസ്സാകുന്നവരെ. അപ്പോൾ ആദ്യത്തെ ഭാഗമെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സെക്കൻഡ് സ്റ്റേജ് തൊട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണാത്തത്. അതായത് കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ പല സ്റ്റേജസാണ്. ഈ സ്റ്റേജസിലെല്ലാം എനിക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതും അതിൻ്റെ ഓർമ്മകളും ഒക്കെ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ വന്ന് നിൽക്കുമ്പോൾ 1 വയസ്സായ ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ഓർക്കുകയാണ്.
നമ്മളെല്ലാം പ്രാർത്ഥിച്ച പോലെ തന്നെ ഇന്നത്തെ ക്ലൈമറ്റ് വളരെ നല്ല ക്ലൈമറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് കട്ടിങ്ങും പാർട്ടിയും എല്ലാം നമ്മുടെ ഗാർഡനിലേക്ക് മാറ്റാൻ പറ്റി. അത്രയും സന്തോഷം. കാര്യം കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് കുറച്ചുകൂടി ഓപ്പൺ എയറിൽ, പ്രത്യേകിച്ച് ഈ നല്ലൊരു സമ്മർ ആയതുകൊണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ ഈ ഒരു അറ്റ്മോസ്ഫിയർ. ഫുൾ ജംഗിൾ തീമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും, എവറി സിംഗിൾ തിങ് എല്ലാം അശ്വിൻ ഒറ്റയ്ക്ക് ചെയ്താണ് കേട്ടോ. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല. എല്ലാം ഓരോ പീസ് ഓഫ് ഇതിനകത്ത് കാണുന്ന ഓരോ പീസ് ഓഫ് ഡെക്കറേറ്റീവ് ഐറ്റവും അശ്വിൻ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അശ്വിൻ, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു ഈ ഒരു ഡെക്കറേഷൻ. ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് എല്ലാം തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ച ദിവസം തൊട്ട് 1 year ആകുന്നവരെയുള്ള എല്ലാ മൈൽ സ്റ്റോൺസും കവർ ചെയ്തിട്ടുണ്ട്. അത് അശ്വിൻ എല്ലാം വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഫോട്ടോസ് എടുക്കുന്ന ആളാണ്. വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്, ഫോട്ടോഗ്രാഫ്സ് എല്ലാം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈ ഡെക്കറേഷൻ്റെ ഭാഗമാണിപ്പോൾ. Once more, Leia. Do it like that once more. Hey, Leia Mulu. Oh. ഓ, ഇത് ആരായി കൊഞ്ചിക്കൊണ്ടിരിക്കുന്നേ? വിഹാൻ അനുമോളുടെ കയ്യിലുണ്ട്. ഹായ് ബിബി, ഹായ് ചക്കിരി, ഹായ് ചക്കിരി, ഹായ് ചക്കിരി, ഹായ് ചക്കരി. Cake is ready. അപ്പോൾ നല്ലൊരു സണി ഡേ, വെയിലൊക്കെ വന്നു. ഇടയ്ക്കകത്ത് കയറും, പുറത്തേക്ക് കയറും. ഞാൻ ഈ കേക്കിൻ്റെ പരിസരത്ത് കിടന്ന് കറങ്ങാണ് വെക്കുമ്പോഴേക്കും എനിക്കൊരു സമാധാനമില്ല. അത് അവിടെ അവിടെ ടൈം ആകുമ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട്, ഇപ്പോൾ പുറത്ത് വെയിലുണ്ട്. അപ്പോൾ ഈ കേക്ക്സൊക്കെ ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചല്ലോ. ഫിഗറിൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ വിപ്ഡ് ക്രീമിലാണ് നമ്മൾ ഫൈനൽ ചെയ്തിരിക്കുന്നത്. അത് കാരണം ഇപ്പോൾ എടുത്ത് പുറത്ത് വെച്ചാൽ അതിൻ്റെ കാര്യം പ്രശ്നമാണ്. അത് കാരണം വെയിറ്റിംഗ് ആണ് അത്. ഓക്കെ, അത് സമയമാകുമ്പോഴേ കൊണ്ടുപോകുള്ളൂ. ഇനി വരാനുണ്ട് ആൾക്കാർ. പാർട്ടിയാണെന്ന് സാധാരണ നമ്മളെപ്പോഴും മീൽസ് അങ്ങനെയൊക്കെ അല്ലേ, ഭയങ്കര ഹെവി ലഞ്ചോ അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം അത് വേണ്ടത്. ഹായ് ആശ. ഹായ് ജിസ്ക. ഹലോ.
പക്ഷെ എല്ലാവർക്കും അറിയാലോ. Second first birthday party. Yes. Correct. അനിക്കയുടെ ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ആശയുടെ മോളുടെ ലാസ്റ്റ് വീക്ക്. അവർ തമ്മിൽ ഒരാഴ്ചയുടെ വ്യത്യാസമേ ഉള്ളൂ. അനിക്കുട്ടി ഈസ് ഓൾസോ വെരി ബിസി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കോളൂ. അതായത് അശ്വിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാവരും ഉണ്ട്, പ്ലസ് പാർവതിയുടെ സൈഡിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ്. ദാറ്റ് ഇസ് പാർവതീസ് ഇവിടുത്തെ ലോക്കൽ കാര്യൻസാണ്. ദാറ്റ് ഇസ് പ്രൊഫസർ അരുൺ ആൻഡ് ശോഭ അരുൺ. അത് മോള് അതെ അനന്തശ്രീ എല്ലാവരും ഉണ്ട്. ഇവർ മാഞ്ചസ്റ്ററിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. പാർവതി കല്യാണം കഴിച്ച് വരുമ്പോഴേ ഓൾറെഡി അവരിവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ പാർവതിയുടെ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ പാർവതിയെ സപ്പോർട്ട് ചെയ്യുന്നതും ഭയങ്കര കാര്യമായിട്ട് ഒരു എന്താ പറയുക ലോക്കൽ കാര്യം. നമുക്കൊരു സമാധാനമാണല്ലോ ഇവിടെ ആൾക്കാർ പരിചയക്കാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടെന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ചെറിയ ആളുകളൊന്നും അല്ല കേട്ടോ, വലിയ പ്രൊഫസേഴ്സൊക്കെയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സിലെ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിൻ്റെ റിസർച്ച് ഡീൻ ഡെസിഗ്നേറ്റ് ആണ് ഡോക്ടർ അരുൺ. ആൻഡ് ശോഭ മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജിയുടെ റീഡറാണ്. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒത്തിരി എഴുതുകയൊക്കെ ചെയ്യും, ആർട്ടിക്കിൾസ് ഒരുപാട്. പിന്നെ അതുപോലെ പബ്ലിഷ്ഡ് ബുക്കുകളൊക്കെ ഉണ്ട്. ഭയങ്കര അങ്ങനത്തെ പോയട്രി ഒക്കെ ചെയ്യും. എസെക്സിലേക്ക് ഒരു മൂവിയാണ്, മാഞ്ചസ്റ്ററിൽ നിന്ന് വിടുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മുടെ ഈ ബർത്ത്ഡേ പാർട്ടി കൂടെ കഴിഞ്ഞ് പോകണം എന്ന് വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടത്. എന്താ ശ്രീമോളിപ്പോൾ ഏത് ക്ലാസ്സായി? 6th സ്റ്റാൻഡേർഡ്. ഓക്കെ. അപ്പോൾ എൻ്റെ കോ സിസ്റ്റർ ദാറ്റ് ഇസ് ബോബിച്ചേട്ടൻ്റെ അനിയൻ അജിയുടെ വൈഫാണ് മീരയുടെ ബ്രദറും ശോഭയും. പിന്നെ ശോഭയുടെ സിസ്റ്റർ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് കോട്ടഗിരിയിൽ, നമ്മുടെ നീൽഗിരീസ്. അവിടെയാണ് ഞാൻ പണ്ട് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ടിന് പോയപ്പോൾ കംപ്ലീറ്റ് എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച എല്ലാം ബെന്നിച്ചിനും അല്ലേ, ആശ ആൻഡ് ഹസ്ബൻഡ് ബെന്നി, അവരാണ് എൻ്റെ അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു തന്നത്. ഇനിയും പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അവരോടൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. ജസ്റ്റ് കീപ് ഇൻ ടച്ച് ഓൾവേസ്. അപ്പോൾ ഇന്ന് ട്രിപ്ലറ്റ്സിന് വേണ്ടി മാത്രമാണ് ഇവർ മാനേജ് സ്റ്റേ ബാക്ക് ചെയ്യുന്നത് വരാനായിട്ട്. അപ്പോൾ അതൊരു സന്തോഷമായി. അങ്ങനെ ഹായ് ശ്യാമള ചേച്ചി അമ്മൂമ്മ വന്നല്ലോ. അച്ഛൻ ഹാപ്പി ബർത്ത്ഡേ പോയി. കേക്ക് കട്ടിങ് സാധാരണയായിട്ട് നമ്മളിവിടെ എല്ലാവരും ലാസ്റ്റാണ് വയ്ക്കുന്നത്. ആദ്യമേ തന്നെ ഫുഡിൻ്റെ പാർട്ട് കഴിയും. ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഹാപ്പി ആയി കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഒരു റിലാക്സ്ഡ് മൂഡിൽ ഇരുന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം പിസ്സ പാർട്ടി തന്നെയായിരുന്നു. സ്പ്രിംഗ് റോൾ ഉണ്ട്, പിന്നെന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഹെലോ മീ, this is cheese spikes. This is mac and cheese. Mac and cheese is there? Okay. Yeah. Mac and cheese. Either cheese rolls, huh? This one is? Mozzarella sticks. Mozzarella sticks, and this is halloumi. Yeah, grilled. Can you just open that pizza? Okay. Different flavors, right? Yeah. This is one flavor. Okay. ഇങ്ങനെ കംപ്ലീറ്റ് പിസ്സകളുടെ അടുക്കി വെച്ചിരിക്കുന്നു. A lot of dips. I'll give you a box inside. Mozzarella sticks. You guys managing one pizza ഇല്ല, പല ഫ്ലേവേഴ്സ് ആണ്. ഓൾ വെജ്. ഇനിയുണ്ട്, പക്ഷേ ഇതെന്ത് ഫ്ലേവർ? ഇത് സംതിങ് എൽസ്. തിൻ ക്രസ്റ്റഡ് ആണ് കേട്ടോ, വെരി തിൻ, നൈസ്. പിന്നെ ഹാലപ്പിനോ പോപ്പേഴ്സ്. ഇതൊക്കെ ഇത് മാക്ക് ആൻഡ് ചീസ്. Then mozzarella sticks. Hello me. Grilled. Spring roll start right. എത്ര flavors? How many flavors of pizza you have? അമ്മൂമ്മമാർ. ഒന്ന് അച്ഛൻ്റെ അമ്മ, ഒന്ന് അമ്മയുടെ അമ്മ, ട്രിപ്ലറ്റ്സ് ഗ്രാൻഡ് മദേഴ്സ്. വലിയ സന്തോഷം. അപ്പോൾ ഇന്ന് അവരുടെ ഭയങ്കര നമ്മുടെ സന്തോഷമുള്ള ദിവസമാണ്. ഭയങ്കര സന്തോഷമുള്ള ദിവസം. ഇതാണ് ഹാലോപ്പിനോ പോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു മുളകുണ്ടല്ലോ, ഹാലോപ്പിനോ ചില്ലീസ്, അതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് വറുക്കുന്നതാണ്. ചീസൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഫില്ലിംഗ്. മാക്ക് ആൻഡ് ചീസ്
ഭയങ്കര ടേസ്റ്റ്, വെരി നൈസ്. Happy birthday to you. Happy birthday, you are. കുഞ്ഞുങ്ങളെ കൊണ്ട് കട്ട് ചെയ്യിക്കാനായിട്ട് കുറച്ച് പാടാണെങ്കിൽ അശ്വിൻ ഓരോരുത്തരെയും കയ്യിലെടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോ കേക്കാണ്. ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ആളുടെ കയ്യിലെടുത്തിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ തൊട്ട് മുന്നേ തന്നെ നാട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബോച്ചേട്ടനും അമ്മയും എല്ലാവരും പിന്നെ ബൂച്ചൻ്റെ ബ്രദേഴ്സ് ബാംഗ്ലൂരിൽ അവരെല്ലാവരും തന്നെ വീഡിയോ കോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ലൈവായിട്ട് കാണാമല്ലോ ഈ കേക്ക് കട്ടിങ് സെറിമണി. കേക്കെല്ലാം അകത്തേക്ക് കൊണ്ടുവന്ന് പുറത്ത് വെയിലത്ത് മെൽറ്റ് ചെയ്ത് തുടങ്ങി. കുറേ ചിലവായി, ബാക്കി ഇനി കുറേ ഉണ്ട്. ലയേഴ്സ്, വിക്ടോറിയ സ്പൈൻ, ചോക്ലേറ്റ്, ബേബീസിൻ്റെ one today. Rehan you won is one today. Rehan is one today. Raya is one today. പുറത്തെ വെയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ആയി കഴിഞ്ഞ എല്ലാവരും കളിയാണ് അടുത്ത പരിപാടി. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ച് കളിക്കുന്നു. അതൊക്കെയാണ് അവിടെ നടന്നു. അങ്ങനെ നമ്മുടെ ട്രിപ്ലെറ്റ്സിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ ഐശ്വര്യത്തോടു കൂടി ഇന്ന് എല്ലാം കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വൈൻഡപ്പ് ചെയ്ത് പോയി. അപ്പോൾ നമ്മളൊരു ഉച്ചയോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. 12 മണിയോടുകൂടി എല്ലാവരും വന്നു തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കേക്ക് കട്ടിങ് അങ്ങനെ പിന്നെ കുട്ടികളുടെ ഗെയിംസിൽ, പിന്നെ ഒരു ഗാർഡൻ പാർട്ടിയായിട്ട് തുടങ്ങി, പിന്നെ ഒരു പൂൾ പാർട്ടിയായി. എല്ലാ രസമായിരുന്നു. എന്താ പറയുക, ഒരു പാർക്കിലൊക്കെ പോയി നമ്മൾ ആഘോഷിക്കില്ല, അതുപോലെ എല്ലാവർക്കും വന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷം. എല്ലാം വേറെ ആരും ഇല്ല കേട്ടോ, പുറത്തുനിന്നു ഒക്കെ അശ്വിൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവരുടെ മക്കൾ, പിന്നെ ശ്യാമള ചേച്ചി, അവരെല്ലാവരും ഉണ്ടായിരുന്നു. ആർക്കും അശ്വിൻ്റെ എന്താ പറയുക ബാക്കി കുട്ടികളപ്പം ഇവിടുത്തെ ട്രിപ്ലെറ്റ്സിൻ്റെ എല്ലാം കസിൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് അരുണും ശോഭയും മോളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷം. അവനും വിഷ്ണുവും നമ്മളെല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞപ്പോൾ അവരെ കാണിക്കുക എന്നുള്ളത് അവരുടെ ഒരു 1 year ജേണിയാണല്ലോ ഇത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമൊന്നും നടക്കില്ലെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. എന്തായാലും നിങ്ങളെ കാണിക്കാൻ സാധിച്ചു, എനിക്ക് വലിയ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? പിന്നെ അശ്വിനെയും പാർവതിയെ നിങ്ങൾ കണ്ടു, ആയുഷ്മനെ കണ്ടു. അവരൊന്നും ഭയങ്കര എന്താ പറയുക, ഭയങ്കര മടിയായിട്ടാണ്. അവർക്കിങ്ങനെ ഭയങ്കരമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. വേറൊന്നും വിചാരിക്കേണ്ട. അവർ വളരെ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരെയും കാണുന്നത്. അവർ ഈ കമൻറ്റ് ബോക്സൊക്കെ വായിക്കാറുണ്ടല്ലോ. നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർ തിരിച്ചറിഞ്ഞിട്ടാണ് അവർ ജസ്റ്റ് ഒന്ന് വന്ന് ഒരു ഹലോ പറഞ്ഞിട്ട് പോയത്. ഓക്കെ, അപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം അവരുടെ എല്ലാവരെയും ഓർമ്മിക്കുക. ഓക്കെ, അവരുടെയൊക്കെ എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ കുഞ്ഞുങ്ങളുടെ. അപ്പോൾ ഇനിയിപ്പോൾ അവരൊരു മേജർ മൈൽ സ്റ്റോൺ കഴിഞ്ഞിരിക്കുകയാണ്, ഫസ്റ്റ് ബർത്ത്ഡേ. ഇനി 1 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു പോകും. പിന്നെ നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ബേബീസിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.